ഏറ്റവും വലിയ സാമൂഹിക വിരുദ്ധ സംഘടനയായി SFI മാറിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതുകൊണ്ട് CPM ഇടപെട്ട് അതിനെ പിരിച്ചുവിടണമെന്ന് സതീശൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും എറണാകുളത്തും SFIക്കാർ നടത്തിയ ആക്രമണം അതിൻ്റെ തെളിവാണ്. കേരളത്തിലെ ലഹരി വ്യാപാരത്തിൻ്റെ കണ്ണികളാണ് SFI എന്നും CPM അവരെ രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകി ക്രിമിനലുകൾ ആക്കുകയാണെന്നും സതീശൻ കാസർഗോഡ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി കേരള യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇറങ്ങി വന്ന KSUക്കാരെ SFIക്കാർ ക്രൂരമായി മർദ്ദിച്ചു. പെൺകുട്ടികളെപ്പോലും പുറകിൽ നിന്നെത്തി മർദ്ദിച്ചു. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം വെളുപ്പാങ്കാലത്ത് എറണാകുളം ജില്ലാ ബാർ അസോസിയേഷൻ്റെ വാർഷിക പരിപാടിയിൽ കയറി ആക്രമണം നടത്തി. അവർ ഉണ്ടാക്കി വെച്ച ഭക്ഷണം മുഴുവൻ കഴിച്ചു. അവിടെയുണ്ടായിരുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ചു. പ്രശ്നമുണ്ടാക്കിയ SFI പ്രവർത്തകരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ സംഘടിതമായി വന്ന് അവർ ആക്രമണം നടത്തുകയായിരുന്നു. 10 പേർ ആശുപത്രിയിലാണ്. CPM അഭിഭാഷക യൂണിയനിൽപ്പെട്ടവർക്കും SFIക്കാർക്കും അടി കിട്ടിയെന്ന് സതീശൻ പറഞ്ഞു. കേരളത്തിലെ ഏത് ക്യാമ്പസിൽ മയക്കുമരുന്ന് പിടിച്ചാലും റാഗിംഗ് നടത്തിയാലും അതിന് പിന്നിൽ SFI ആണ്. ലഹരി വ്യാപാരത്തിൻ്റെ കണ്ണികളാണ് SFIക്കാർ. CPM അവരെ രാഷ്ട്രീയ രക്ഷാകർതൃത്വം നൽകി ക്രിമിനലുകളാക്കുകയാണ്. CPM അതിൽ നിന്ന് പിന്മാറണം, അവരോട് നശിച്ചു പോകരുതെന്ന് പറയണമെന്നും സതീശൻ പറഞ്ഞു. ലഹരി മരുന്നിനെതിരെ അതിശക്തമായ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നേരെ മന്ത്രിസഭാ യോഗത്തിൽ പോയി 1-ാം തീയതി മദ്യം വിളമ്പുമെന്ന പ്രഖ്യാപനം നടത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. എന്തൊരു കാപട്യമാണിത്! ലഹരിക്കെതിരെ ആഞ്ഞടിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തുമെന്ന് വാർത്താസമ്മേളനത്തിൽ പറയും. കള്ളിനൊപ്പം ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും സതീശൻ പറഞ്ഞു.